ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്യണം. അങ്ങനെ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് നമ്മളൊരു ഹിഡൻ ജംസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. റിയലി ഓസമായിരുന്നു. നമ്മൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ടാണ് ഈ ഏരിയയിലെല്ലാം വെള്ളമുള്ളതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം നമ്മളെ പോലെ അതുപോലെ വേറെ ഫാമിലീസ് എല്ലാം ഉണ്ട് അവിടെ. ഏതായാലും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഹാഫിൽ അതുപോലെ എൻ്റെ വൈഫ് ശ്യാമ് ഞങ്ങളിങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ക്യാമ്പിംഗ് സ്പോട്ടിൽ നമ്മൾ എത്തി. ക്യാമ്പിംഗ് സ്പോട്ടിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാഫിൽ. അതുപോലെ എൻ്റെ വൈഫ് ഹോർലിക്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല അത് കുടിക്കാൻ പറ്റുമോ ഇല്ലയോ. എന്തായാലും നമ്മൾ ഇന്നലെ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാമ്പായോടെ ഇരുന്നിട്ടുണ്ട്. കുപ്പിയും പാത്രയും പാട്ടവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഷാമ്പായി കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഷാമ്പായി നമ്മൾ എവിടെയെങ്കിലും ക്യാമ്പിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളിയാണ് കുക്കിങ്ങിൻ്റെ മെയിൻ ആശാൻ. പുള്ളി സ്റ്റാർട്ട് ചെയ്യും എല്ലാ കാര്യവും. അതിനിടയിൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ് എടി എൻ്റെ ഫോട്ടോസ് കുറച്ച് എടുത്തതാണ്. അവൾ 2-3 ക്ലിക്ക് ചെയ്ത് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്, പൊളിയായിരിക്കും കണ്ടോയെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനിടയിൽ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഷാമ്പായി കുക്ക് ചെയ്തതിൻ്റെ ബാക്കിൽ നമ്മൾ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ലാസ്റ്റ് പറഞ്ഞ എടാ ഓർഡറാ ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഷാമ്പായി കുക്കിങ്ങിൻ്റെ ബുൾസൈഡ് ആരംഭമാണ്. ഫസ്റ്റ് പുള്ളി എന്നോട് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഇടാം, എൻ്റെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി ബുൾസൈ സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയുടെ കുക്കിംഗ് കലാവിരുത് സ്റ്റാർട്ട് ചെയ്ത്. അതിനിടയിൽ ഹാഫിൽ വന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും കാര്യങ്ങളും ചേർക്കാൻ വേണ്ടിയിട്ട് ഷാമ്പായി പറഞ്ഞ് അങ്ങനെ പുള്ളി ഉപ്പ് ചേർത്ത് ആ ഓംലേറ്റും കാര്യങ്ങളും നശിപ്പിച്ച്. സീരിയസ്ലി അത് ഉപ്പ് കൂടിയൊരു ഓംലേറ്റ് ഉപ്പ് കൂടിയ ഒരു ബുൾസൈ ആയിപ്പോയിട്ടോ. പക്ഷേ റിയലി ഓസം. നമുക്കൊന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. എനിക്ക് കുറേ നാളായി ഞാൻ പോട്ട് മാറ്റണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് തീരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതിനിടയിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് എൻ്റെ വീഡിയോസും ഫോട്ടോസും വീഡിയോയിലെ ഇടയിൽ വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡിഷെല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നൂഡിൽസ് അതുപോലെ ബുൾസൈ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോർലിക്സും അതിൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട്. അടി സ്റ്റാർട്ടായി. ഷാമ്പായി വാരി അടിക്കുന്നത്. ബുൾസൈയൊക്കെ ഒരു ചവക്കലിനാണ് ഫുള്ള് തീർത്ത്. അതിനിടയിൽ എൻ്റെ വൈഫ് എനിക്ക് വാരി തന്നു. നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ഷട്ടിലും അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാം ഹൗസിലേക്ക് തന്നെ നമ്മൾ പോയി. അങ്ങനെ അവിടെ കുറച്ച് ഹോഴ്സ് റൈഡും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് മടങ്ങുവാണ് ശരിക്കും. അതിനിടയിൽ ശ്യാമും ഹാഫിലും എൻ്റെ വൈഫും എല്ലാവരും ഞങ്ങൾ കുതിര റൈഡ് സവാരി എല്ലാം ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഇത് റിയലി ഫ്രീ ആണ്. ഇത് എന്നെ അറിയുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ റിയലി എക്സ്പീരിയൻസ് ചെയ്ത്. എനിക്ക് കുതിര ഓടിക്കുന്നത് ഒട്ടും നമുക്കൊന്നും തീരെ അറിയാത്തതാണ്. നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്തേ ഉള്ളൂ. ഈ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് എന്നോട് ലൊക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലൊക്കേഷൻ തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.